അസ്സലാമു അലൈക്കും. മിക്ക മതവിഭാഗക്കാർക്കും അവരുടേതായ ഒരു കലണ്ടറുണ്ട്. ഇംഗ്ലീഷ് കലണ്ടർ വളരെ നേരത്തെ ഉള്ളതാണ്. ഇസ്ലാം മതം രൂപപ്പെട്ടു വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തി വരികയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു കലണ്ടർ നമുക്കും വേണം എന്നൊരഭിപ്രായമുണ്ടായി. ഇത് സംബന്ധമായ ചർച്ച നടന്നപ്പോൾ അത് എന്ന് മുതൽ ആരംഭിക്കണം എന്ന ചർച്ച വന്നു. അത് പ്രവാചകൻ ഹിജ്റ പോയ മാസത്തിൽ നിന്ന് ആരംഭിക്കാം എന്ന് ആണ് സഹാബികൾ തീരുമാനിച്ചത്. ഇസ്ലാം ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും ഇതര മതസ്ഥരുടെ ആചാരങ്ങളുമായോ രീതികളുമായോ ഒരു നിലക്കും ബന്ധമുണ്ടാകരുത് എന്ന ഒരു നിഷ്കർഷ പാലിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഈ കലണ്ടർ ഉണ്ടാക്കിയപ്പോഴും അത്തരം ഒരു അഭിപ്രായം തന്നെയാണ് സ്വീകരിച്ചത്. ഇംഗ്ലീഷ് കലണ്ടർ പല ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ പേരുകളും മറ്റും സ്വീകരിച്ച് ചില മാസങ്ങളിൽ 28ഉം 29ഉം 30ഉം 31ഉം ഒക്കെയായി വർഷത്തിൽ 365 ദിവസം കണക്കാക്കിയാണ് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഒരു വർഷം വരുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ അറബികൾ എല്ലാ കാര്യങ്ങൾക്കും ചന്ദ്രനെയും സൂര്യനെയും ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവർ വർഷം കണക്കാക്കിയതും ചന്ദ്രപ്പിറവിയെ അടിസ്ഥാനത്തിലാണ്. ചന്ദ്രപ്പിറവി അനുസരിച്ചുള്ള കലണ്ടർ ആകുമ്പോൾ അതിൻ്റെ കാലാവസ്ഥയുമായി ഒരു ബന്ധവുമില്ല. ഇംഗ്ലീഷ് കലണ്ടറിൽ ഡിസംബർ 25-ന് ലോകമൊട്ടുക്കും തണുപ്പ് കാലാവസ്ഥയായിരിക്കും. എന്നാൽ അറബി കലണ്ടറിൽ അങ്ങനെ വർഷത്തിനനുസരിച്ച് കാലാവസ്ഥ സഞ്ചരിക്കുന്നില്ല. കാലാവസ്ഥ മറ്റൊരു വഴിക്കും കലണ്ടർ വേറെ ഒരു വഴിക്കുമാണ് പോകുന്നത്. അതനുസരിച്ച് ഒരു കൃഷി കാര്യങ്ങൾക്കും മറ്റും അറബി കലണ്ടർ അംഗീകരിക്കുവാൻ കഴിയില്ല. അറബികളുടെ അന്നത്തെ പരിമിതമായ അറിവും ഇതിൻ്റെ ഒരു കാരണമായിരിക്കാം. ഏതായാലും ഈ കലണ്ടർ അറബി കലണ്ടറും ഇംഗ്ലീഷ് കലണ്ടറും തമ്മിൽ വർഷത്തിൽ 10 ദിവസത്തെ വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് കേരളത്തിലൊക്കെ കല്യാണക്കുറി കത്തുകളൊക്കെ അടിപ്പിക്കുമ്പോൾ അറബി തീയതിയും ഇംഗ്ലീഷ് തീയതിയും കൊടുക്കാറുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ പഴയ കാലത്ത് അറബി കലണ്ടർ കൂടെ കൊണ്ടു നടന്നിരുന്നു ഇത് ചുരുക്കം. എന്നാൽ കത്തുകളൊക്കെ അടിപ്പിക്കുമ്പോൾ 2 തീയതിയും കൊടുക്കുമെങ്കിലും അറബി തീയതി വെക്കുമ്പോൾ 16 ആയാലും 15 ആയാലും ശനിയാഴ്ച ആയിരിക്കും എന്നുകൂടി അടിക്കുറിപ്പ് കൊടുക്കും. കാരണം മാസപ്പിരിവ് കണ്ടിട്ട് വേണം മാസം ഹിജ്റ കലണ്ടർ അനുസരിച്ച് ദിവസം നിശ്ചയിക്കുവാൻ. അത് അങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇംഗ്ലീഷ് കലണ്ടറിനെ ആശ്രയിക്കാൻ തുടങ്ങിയത്. കാലക്രമേണ മുസ്ലിങ്ങൾ ഈ കലണ്ടർ കൈയൊഴിച്ചു. ഇപ്പോഴാരും കല്യാണക്കുറി അടിപ്പിക്കുമ്പോഴൊന്നും അറബി കലണ്ടറോ തീയതിയോ കൊടുക്കാറില്ല. കാരണം ഇന്നതൊരു പ്രായോഗികമായ തീയതിയല്ല, കലണ്ടറല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാവധാനം എല്ലാവരും ഈ കലണ്ടർ വിസ്മരിച്ചിരിക്കുന്നു. അറബികൾ നേരത്തെ ഈ അറബി കലണ്ടർ അനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അവർക്ക് വെള്ളിയാഴ്ച ആയിരുന്നു ഒഴിവ് ദിവസം. അങ്ങനെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അറബ് രാജ്യങ്ങളിൽ ഗൾഫ് പണമൊക്കെ വരികയും സാമ്പത്തികമായി മുന്നേറുകയും ചെയ്തപ്പോൾ പല രാജ്യങ്ങളുമായി വ്യവസായവും തൊഴിലുമായി ബന്ധപ്പെടേണ്ടി വന്നു. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഒഴിവ് ദിവസം ആകുന്ന ദിവസം യൂറോപ്പിൽ അന്ന് വർക്കിംഗ് ദിവസമാണ്. ഇത് വന്നപ്പോൾ പല കാര്യങ്ങൾക്കും യൂറോപ്പിലുള്ളവർക്കും ഗൾഫ് രാജ്യങ്ങൾക്കും പ്രയാസം നേരിട്ടു. അങ്ങനെയാണ് അവർ സാവധാനം അറബി കലണ്ടർ കൈവിട്ട് ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറിയത്. സൗദി അറേബ്യയിൽ നേരത്തെ അറബി കലണ്ടർ അനുസരിച്ച് ശമ്പളം കൊടുത്തപ്പോൾ വർഷത്തിൽ 10 ദിവസത്തെ ശമ്പളം അധികമായി കൊടുത്തിരുന്നു. ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറിയപ്പോൾ അതിലും മാറ്റം വന്നു. ചുരുക്കത്തിൽ ഈ അറബി കലണ്ടർ ഇന്നത്തെ ചുറ്റുപാടിൽ പ്രായോഗികമല്ല. കാരണം ഇംഗ്ലീഷ് കലണ്ടർ ലോകമൊട്ടുക്കും അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ആധിപത്യമുണ്ടായി.
അതേപോലെ തന്നെ എല്ലാറ്റിലും ആധിപത്യം വന്നപ്പോൾ ഈ അറബി കലണ്ടറും പിന്തള്ളപ്പെട്ടു പോയി. ഇതാണ് ആ ഒരു കലണ്ടർ ഉണ്ടാകണമെന്നുള്ള ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹിജ്റ പോയ അതുമുതലാണ് അതിൻ്റെ നാൾ കണക്കാക്കിയത്. ഇപ്പോൾ ഈ കാര്യം ഉപയോഗപ്പെടുത്തുന്നത് വാസ്തവത്തിൽ മതപരമായ ചില കാര്യങ്ങൾ, ഹജ്ജ്, ഉംറ, മുഹറം നോമ്പ്, അറഫ നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാസം നോക്കുന്നത് തന്നെ. മറ്റൊരാവശ്യത്തിനും ഈ അറബി കലണ്ടർ ഇന്നാരും നോക്കുന്നില്ല. നേരത്തെ നോക്കിയിരുന്നു എന്നത് ശരിയാണ്. ഈ വർഷവും സാധാരണ പോലെ ഹിജ്റ വർഷം 2026 ജൂൺ 16 ചൊവ്വാഴ്ചയായി ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് 2026 ജൂൺ 17 ബുധനാഴ്ചയാണ് ഹിജ്റ 1-ാം തീയതി. വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇത്. എന്തിനാണ് ഈ മാസപ്പിറവിയിൽ ഇപ്പോൾ ഈ തർക്കം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ, ഈ മാസത്തിൽ നോമ്പുണ്ട്. മുഹറം 9ഉം 10ഉം 2 നോമ്പുണ്ട്. പ്രവാചകൻ ഒരു നോമ്പാണ് നോറ്റത്. ജീവിച്ചിരുന്നാൽ 9 കൂടി നോൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 9 കൂടി നോൽക്കുന്നതിൽ പുണ്യമുണ്ട്. അതിനൊരു തീയതി കിട്ടണം. അതിനാണ് ഈ മാസപ്പിറവിയുടെ ഉള്ള തർക്കം. അത് റമദാൻ തുടങ്ങുമ്പോഴുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നിടത്തുണ്ട്, മുഹറം ഹിജ്റ നോമ്പ് നോക്കുന്നിടത്തുണ്ട്. ഇങ്ങനെ ചില ഏതാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തർക്കം നിരന്തരമായി കൂടെ കൊണ്ടു നടക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഹിജ്റ ഹിലാൽ കലണ്ടർ എന്ന ഒരു കലണ്ടർ ഡോക്ടർ മണിക് ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകമൊട്ടുക്കും മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു കലണ്ടറാണ് അത്. ലോകത്ത് ആകെ ഒരു ന്യൂ മൂൺ മാത്രമേ ഉള്ളൂ. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സമയക്രമത്തിൽ നേരെ വിപരീതമാണെങ്കിലും അമേരിക്കയിലും ഇന്ത്യയിലും വെള്ളിയാഴ്ച തന്നെയാണ് വെള്ളിയാഴ്ച എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തുകയും അതിനൊരു കലണ്ടർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതര സമുദായത്തിലായിരുന്നു ഡോക്ടർ മണിക് ഫാൻ ജനിച്ചിരുന്നതെങ്കിൽ ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് വലിയ അംഗീകാരം ലഭിക്കുമായിരുന്നു. ഈ ഒരു കണ്ടുപിടുത്തം മാത്രമല്ല, മറ്റു പല കണ്ടുപിടുത്തങ്ങളും ലോകം അംഗീകരിച്ചത് മണിക് ഫാനിൻ്റെ പേരിലുണ്ട്. പക്ഷേ അയാളെ മുസ്ലിം സമുദായം വാലും മുതലുമായാണ് മുദ്ര കുത്തുന്നത്. അത് പാടില്ല. അങ്ങനെ ആയാൽ സൗദി അറേബ്യയിൽ, അമേരിക്കയിൽ സുബഹി നമസ്കരിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യയിൽ സുബഹി നമസ്കരിക്കും? അമേരിക്കയിൽ ഹിജ്റ നോമ്പ് നോൽക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെ ഹിജ്റ നോമ്പ് നോൽക്കും എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളുമായി അവർ നിരന്തരമായി രംഗത്ത് വരിക മാത്രമല്ല, വിടാതെ അത് പിന്തുടരുകയും മാസാമാസങ്ങളിൽ വർഷാവർഷങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ച ചെയ്ത് വലിയ ബുദ്ധിമാന്മാരായി അഭിനയിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഇതിലൊരു മാറ്റം വരുത്തുവാൻ യുവതലമുറക്ക് പോലും താല്പര്യമില്ല. യുവതലമുറ ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഓരോ ഗ്രൂപ്പിൻ്റെയും നേതാവ് എന്താണോ പറയുന്നത് അതാണ് അവരുടെ മതം. അവർ സ്വന്തമായി മതം പഠിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എന്നാണ് പെരുന്നാൾ, ഞങ്ങളുടെ ഗ്രൂപ്പുകാർക്ക് എന്നാണ് നോമ്പ് എന്ന് നോക്കുക, അതനുസരിച്ച് അതിൽ പങ്കുചേരുക എന്ന നയം മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ അവർ നമസ്കാരത്തിൽ ഒരു ഇമാമിനെ പിന്തുടരുന്നുണ്ട്, ഇമാമ് ചെയ്യുന്നതൊക്കെ കഷ്ടിച്ച് ചെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ പുറത്തിറങ്ങിയാൽ ഈ ഇമാമുമാരുടെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും അനുകരിക്കുവാൻ, അനുവാദനം ചെയ്യുവാൻ അവർ മെനക്കെടാറില്ല. അവർ അവരുടേതായ വഴിക്കാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകകപ്പ് നടക്കുകയാണ്. പല നേതാക്കന്മാരും അതിൽ മുസ്ലിങ്ങളുടെ അമിതമായ ആവേശം ഇസ്ലാമിക വിരുദ്ധമാണ്, മെസ്സിയുടെ പേരിൽ 110 ഫൂട്ടിലുള്ള കട്ടൗട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സമുദായത്തിലെ യുവാക്കളാരും അങ്ങനെ ഒരു പ്രസംഗം കേട്ടതായി പോലും നടിക്കുന്നില്ല.
അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ. ഇവർ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇതിൽ കാര്യമായ റോളൊന്നുമില്ല. അവർ യഥാസമയം പ്രസംഗിക്കുമ്പോൾ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും. നിക്കാഹ് ഖുതുബയിൽ പോലും നീണ്ട പ്രസംഗം നടത്തുന്നുണ്ട്, മദ്രസ തൊട്ട് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ജുമുഅ ഖുതുബയിലും മതപ്രസംഗങ്ങളിലും ഒക്കെ ഇതുണ്ടെങ്കിലും സമുദായം, വളർന്നു വരുന്ന സമുദായം ഇതിൻ്റെ ഒരു അടയാളവും അവരുടെ പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഈ നില തന്നെ എന്നും തുടരണം എന്നതിന് വേണ്ടിയാണ് മതപണ്ഡിതന്മാർ താല്പര്യപ്പെടുന്നതും. വാസ്തവത്തിൽ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാവുന്നതാണ് ഈ മാസപ്പിറവിയെ സംബന്ധിച്ചുള്ള ചർച്ച. ഒന്നുകിൽ മണിക്ക് പേരൻ്റെ ഇസ്രായേൽ കലണ്ടർ അംഗീകരിക്കുക, അത് ലോകത്തിനൊട്ടുക്കും സ്വീകാര്യമായതാണ്. അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ GCC രാജ്യങ്ങളൊക്കെ ഇമാമാക്കുന്നത് പോലെ സൗദി അറേബ്യയെ ഇമാമാക്കുക. സൗദി അറേബ്യയിലാണല്ലോ ഹജ്ജും ഒക്കെ നടക്കുന്നത്. അവർ ഒരു മാസപ്പിറവി കണ്ട് അത് ഹജ്ജ് തീരുമാനിച്ച്, അതേപോലെ ഹിജ്റ വർഷം തീരുമാനിച്ചു. ആ ഒരു തീരുമാനത്തിനോടെങ്കിലും യോജിച്ചു പോകാൻ ഈ സമുദായത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ വർഷാവർഷം മാസപ്പിറവിയുമായി നടക്കുന്ന ഈ ചർച്ചകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്നും ഒരു തർക്കം കൂടെ കൊണ്ടു നടക്കുവാൻ താല്പര്യപ്പെടുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഇതൊന്നും സ്വീകാര്യമായി തോന്നുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്.